നൽകുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അഴിമതിയെക്കുറിച്ച് രഹസ്യമായി വിവരം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം നൽകുന്ന അഴിമതി മുക്ത കേരളം പദ്ധതി ജനുവരി 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് പൂന്തുറയിൽ നിർമ്മിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെയും കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന ഒരു അതോറിറ്റിക്ക് മുന്നിൽ കൃത്യമായ പരാതികൾ ഉന്നയിക്കാൻ കഴിയുന്ന വിധമാകും പദ്ധതി തയ്യാറാക്കുക. അതോറിറ്റിക്ക് ലഭിക്കുന്ന പരാതികൾ ഉയർന്ന ഉദ്യോഗസ്ഥർ കണ്ട ശേഷമാണ് അന്വേഷിക്കുക. പദ്ധതി നടപ്പാക്കുന്നതോടെ സർക്കാർ സർവീസിലെയും പൊതുരംഗത്തെയും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമായി. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കാളികളാകും. സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പ്രദർശനം, പ്രത്യേക സംഗീത പരിപാടി, വിവിധ മത്സരങ്ങളുടെ ദൃശ്യ ശ്രവ്യ പ്രദർശനം തുടങ്ങിയവയും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ അരങ്ങേറും. ഒരാഴ്ചത്തെ ദേശീയ യുവജനോത്സവത്തിന് നാളെ തുടക്കമാകും. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് യുവ ഉത്സാഹ് നയേ ഭാരത് കാ സംഘടിപ്പിക്കുന്നത്. ദേശപുരോഗതിക്കും വികസനത്തിനും യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് കേന്ദ്ര കായിക യുവജനക്ഷേമ സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ദേശീയ യുവജനോത്സവം യുവാക്കളിൽ ദേശീയ അവബോധം സൃഷ്ടിക്കണം. യുവാക്കളാണ് രാജ്യത്തിന്റെ വികസനത്തെ വഴിതിരിച്ചുവിടുന്ന ചാലകശക്തിയെന്നും ദേശീയ യുവജനോത്സവം യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ റിജിജു പറഞ്ഞു. രാജ്യമെങ്ങും കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരുന്നു. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുൻനിര പോരാളികളുമടക്കമുള്ള ഏകദേശം 3 കോടി പേർക്കാണ് ആദ്യം വാക്സിൻ നൽകുന്നത്. തുടർന്ന് 50 വയസ്സിന് മുകളിലുള്ളവർക്കും 50 വയസ്സിന് താഴെ മറ്റു ഗുരുതര രോഗമുള്ളവർക്കും വാക്സിൻ ഉറപ്പാക്കും. കേരളത്തിൽ കോവിഡ് വാക്സിൻ നൽകുന്നതിന് 133 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. എറണാകുളത്ത് 12ഉം തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11 കേന്ദ്രങ്ങൾ വീതവുമാണ് ഉള്ളത്. മറ്റു ജില്ലകളിൽ 9 കേന്ദ്രങ്ങൾ വീതം സജ്ജീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രി, പാറശാല താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ആദ്യ ദിനം 2-വേ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ്-19 മുക്തി നിരക്ക് 96.42%-ലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,000 കോവിഡ് രോഗികളാണ് രോഗമുക്തരായത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1,75,000-ലെത്തി. കോവിഡ് രോഗം മൂലമുള്ള മരണനിരക്ക് 1.44%-ആണ്. ഇത് ആഗോളതലത്തിൽ രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും കുറവാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 201 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം 1,50,999 സംസ്ഥാനത്ത് ഇന്ന് 3,110 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 3,922 പേർ രോഗമുക്തരായി. ഒരു റിപ്പോർട്ട്. 2,730 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 295 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളം 443, കോഴിക്കോട് 414, മലപ്പുറം 388, കോട്ടയം 321, കൊല്ലം 236, തിരുവനന്തപുരം 222, ആലപ്പുഴ 186, പാലക്കാട് 176, തൃശൂർ 168, കണ്ണൂർ 160, ഇടുക്കി 141, പത്തനംതിട്ട 131, വയനാട് 76, കാസർഗോഡ് 48 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചത്. നിലവിൽ സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.81 ആണ്. 20 മരണങ്ങൾ കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3,322 ആയി. ഇന്ന് ഒരു പുതിയ ഹോട്ട്സ്പോട്ടാണുള്ളത്. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ 440 ആയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 707 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 306 പേരാണ്. 39 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 4,947 സംഭവങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസും രജിസ്റ്റർ ചെയ്തു. വാളയാർ കേസ് അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്ത കേസിൽ പാലക്കാട് പോക്സോ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. പിന്നീട് ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുകയും പുനർവിചാരണ നടത്താൻ ഉത്തരവിടുകയുമാണ് ചെയ്തത്. ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് തുടർച്ചയായ 5ാം തവണയും കേരളത്തിന് ലഭിച്ചതായി മന്ത്രി M.M. മണി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ വൈദ്യുതി ലാഭിക്കുന്നതിനായി സംസ്ഥാനത്തെ വൈദ്യുതി മേഖല നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ അവാർഡ് നേട്ടമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ എനർജി മാനേജ്മെന്റ് സെന്റർ, KECB, അനർട്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. 33ാമത് ശാസ്ത്ര കോൺഗ്രസ് ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടക്കും. 25 മുതൽ 29 വരെ എല്ലാ അവതരണങ്ങളും വിർച്വൽ പ്ലാറ്റ്ഫോമിലാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലാണ് ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നും നാളെയും മഴ ശക്തമായി തുടരും. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മതമൈത്രിയുടെ സന്ദേശം പകർന്ന് എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ പേട്ടതുള്ളി. കോവിഡ് പശ്ചാത്തലത്തിൽ 50 പേർ വീതം മാത്രമേ ഇരു സംഘങ്ങളിലും പേട്ടതുള്ളലിൽ പങ്കെടുത്തുള്ളൂ. ഉച്ചയ്ക്ക് 12 മണിയോടെ അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി. സംഘത്തിന് വാവരുപള്ളി എന്നറിയപ്പെടുന്ന നൈനാർ മസ്ജിദിൽ സ്വീകരണം നൽകി. ഉച്ചകഴിഞ്ഞ് കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളൽ ആരംഭിച്ച് വലിയമ്പലത്തിൽ അവസാനിപ്പിച്ചു. പേട്ടതുള്ളലിന് ശേഷം ശബരിമലയ്ക്ക് പുറപ്പെട്ട് മകരവിളക്ക് വരെ സന്നിധാനത്ത് കഴിയുന്ന ഇരു സംഘങ്ങളും ഇക്കുറി എരുമേലിയിൽ തന്നെ തങ്ങും. ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പുറപ്പെടുന്ന ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്ന് ആരംഭിക്കും. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് സന്നിധാനത്തെത്തിക്കുന്നത്. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ അണിയിച്ചായിരിക്കും ദീപാരാധന. മുംബൈ തീരദേശ ഭൂഗർഭപാതയുടെ നിർമ്മാണോദ്ഘാടനം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നിർവഹിച്ചു. 2 തുരങ്കങ്ങളുടെ നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. 12.1 മീറ്റർ വിസ്തൃതിയുള്ള തുരങ്കപാതകളുടെ നിർമ്മാണം പൂർണ്ണമാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും വിസ്തൃതിയുള്ള തുരങ്കപാതയായി മാറും. 2022 ജൂൺ മാസത്തോടെ 2 തുരങ്കങ്ങളുടെ നിർമ്മാണം പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷിപ്പനി ബാധിത സംസ്ഥാനങ്ങൾക്ക് രോഗവ്യാപനം കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ്. നിലവിൽ കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതി കേന്ദ്ര സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. പക്ഷിപ്പനി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനങ്ങൾ നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ മൃഗശാലകളിൽ നിന്നുള്ള പ്രതിദിന റിപ്പോർട്ട് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ATK മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ല. സിഡ്നിയിൽ ഇന്ത്യ-ഓസ്ട്രേലിയ 3ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചു. നിലവിൽ പരമ്പര 1-1 എന്ന നിലയിലാണ്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 334 റൺസ് നേടിയാണ് ഇന്ത്യ സമനിലയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണി ഇന്ന് 1% നേട്ടം കൈവരിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 487 പോയിന്റ് നേട്ടത്തിൽ 49,269ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 138 പോയിന്റ് നേട്ടത്തിൽ 14,485ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ശനിയാഴ്ച ഗോവയിൽ ആരംഭിക്കും. ഈ മാസം 24 വരെ നടക്കുന്ന മേളയിൽ വിവിധ പരിപാടികൾ OTT പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്രമേള നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവ മേളയുടെ ഭാഗമാകും. ചലച്ചിത്രങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളും OTT സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ബംഗ്ലാദേശാണ് ഈ വർഷത്തെ മേളയുടെ ശ്രദ്ധാകേന്ദ്രം. ചലച്ചിത്ര രംഗത്ത് ബംഗ്ലാദേശിന്റെ മികവും സമഗ്ര സംഭാവനകളും മേളയിൽ ആദരിക്കപ്പെടും. ഈ മാസം മുതൽ മാർച്ച് വരെ കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തദ്ദേശ സ്വയംഭരണം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫിലിംസ് ഡിവിഷൻ, ബിൽഡിംഗ്സ് ഫിറ്റ്നസ്, ആരോഗ്യം, ഫയർഫോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ലൈസൻസുകളുടെ കാലാവധി മാർച്ച് 31 വരെ ദീർഘിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45. ആകാശവാണി. സ്വാമി വിവേകാനന്ദൻ ജീവിതവും സന്ദേശവും. ഡോക്ടർ P. വത്സലാദേവി വേദാന്തം നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
ഭാരതത്തിൻ്റെ അഭിനവ യുഗശില്പിയാണ് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ. അഗാധ പണ്ഡിതനും അതുല്യവാഗ്മിയുമായ അദ്ദേഹം ഭാരതത്തിൻ്റെ ആത്മീയ സത്തയെ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രതിഭാധനനാണ്. സ്വാമികൾ തൻ്റെ ആത്മീയ ഗുരുവായി ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് വരിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യോത്തമനായ സ്വാമി വിവേകാനന്ദൻ ഭൂലോകമാകെ സഞ്ചരിച്ച് വേദാന്ത തത്വത്തെ പ്രചരിപ്പിക്കുക വഴി യുഗധർമ്മം സുപ്രതിഷ്ഠിതമാക്കി. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സമ്പർക്കം മൂലം ഇന്ത്യക്ക് പല ഗുണങ്ങളും അറിവുകളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ നേതാക്കന്മാർ സ്വന്തം സംസ്കാരത്തെപ്പറ്റി അന്ധരായി തീർന്നു. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തോട് യോജിക്കാത്ത പല സമ്പ്രദായങ്ങളെ അന്ധമായി അനുകരിക്കാൻ അവർ ഔത്സുകരായതോടുകൂടി ഇന്ത്യയുടെ സർവ്വതോന്മുഖമായ അധപ്പതനം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഭാരതത്തിൻ്റെ ഭാഗ്യതാരം കൊൽക്കത്തയിൽ ഉദിച്ചേർന്നത്. ഭാരതത്തിൻ്റെ സർവോത്കൃഷ്ടമായ മഹാത്മ്യത്തെപ്പറ്റി ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കാനും ഭാരതീയ പാരമ്പര്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പൊതുജനങ്ങൾക്കിടയിൽ ബോധമുണ്ടാക്കി തീർക്കാനും അങ്ങനെ വിസ്മൃതപ്രായമായിരുന്ന ഒരു മഹനീയ സ്ഥാനത്തെ വീണ്ടെടുക്കാനും സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ശുഭ സൂചനയായിരുന്നു അത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള അഭിവൃദ്ധിക്ക് മുഴുവൻ ഭാരതീയരിൽ ക്രമേണ ആളിക്കത്തിയ സ്വാതന്ത്ര്യ തൃഷ്ണയ്ക്കും അക്രമരഹിതമായ മാർഗത്തിൽ കൂടി സ്വാതന്ത്ര്യലബ്ധിക്കുള്ള പോരാട്ടത്തിനും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സോഷ്യലിസ്റ്റ് സമുദായം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിനുമെല്ലാം ബീജാവാപം ചെയ്തത് ഈയൊരു മഹാത്മാവ് ശ്രീ വിവേകാനന്ദ സ്വാമികളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. വേദാന്തത്തിലെ അനർഘ തത്വങ്ങളുടെ വ്യാഖ്യാതാവ്, സനാതനധർമ്മത്തിൻ്റെ പ്രവാചകൻ എന്നീ നിലയിൽ സ്വാമിജി അസാധാരണമായ വിജയമാണ് കൈവരിച്ചത്. ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിളങ്ങുന്ന സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിൻ്റെ ഏകത്വത്തെപ്പറ്റി ആദ്യമായി വിളംബരം ചെയ്ത വേദാന്തം തന്നെയാണ് സർവ്വമതങ്ങളുടെയും മാതാവാകാൻ അർഹമായിട്ടുള്ള സാർവലൗകിക മതമെന്ന് അദ്ദേഹം സയുക്തികം തെളിയിച്ചു. വേദാന്തത്തെയും മതതത്വങ്ങളെയും പറ്റി പ്രഭാഷണം നടത്തുമ്പോൾ ഒരു പണ്ഡിതൻ്റെ വ്യാഖ്യാന സാമർഥ്യമല്ല സ്വാമിജിക്ക് ഉണ്ടായിരുന്നത്, പ്രത്യുത ഒരു അനുഭവസ്ഥൻ്റെ അധികാര മനോഭാവമായിരുന്നു. ആധ്യാത്മിക സാധനകളിൽ മുഴുകിയ സ്വാമിജി ഒരിക്കൽ നിർവികൽപ്പ സമാധിയിൽ നിലീനനാകുവാൻ കൂടി ആഗ്രഹിക്കുകയുണ്ടായി. ആ സമയത്ത് നിനക്ക് ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ആളുകളിൽ ആത്മീയബോധം വളർത്തുക, പാവങ്ങളുടെ പട്ടിണിക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം ഉണ്ടാക്കുക എന്നീ കർത്തവ്യങ്ങൾക്ക് ശേഷം മാത്രമേ നിർവികൽപ്പ